തമിഴ്നാട്ടിലെ വിരുദ്നഗറിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 24 മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഗൗരവതരമായ ഒരു വാർത്തയുണ്ട്. 4 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് വിവരം. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. വിരുദ്നഗറിൽ നിന്ന് സജയകുമാറും ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് പാർവതി സത്യദേവനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഏതായാലും വലിയ അപകടം വിരുദ്നഗറിൽ സംഭവിച്ചിരിക്കുന്നു. നമുക്കറിയാം, തമിഴ്നാട്ടിലെ ഈ പ്രദേശമെന്ന് പറയുന്നത് പടക്ക നിർമ്മാണശാലകൾ അനവധിയായുള്ള ഒരു പ്രദേശം കൂടിയാണ്. സജയകുമാർ, എന്താണ് സംഭവിച്ചത്? മിക്ക വർഷങ്ങളിലും ഇത്തരം വാർത്തകൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് കേൾക്കാറുണ്ട്. പക്ഷേ ഇത്തവണ മരണസംഖ്യ വല്ലാതെ ഉയർന്നു അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും ഇന്നലെ ഞായറാഴ്ച ദിവസം പ്രവർത്തിക്കാൻ പാടില്ല എന്ന ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഞായറാഴ്ച പടക്ക നിർമ്മാണശാല, അതായത് വിരുദ്നഗറിലെ കട്ടനാർപട്ടിയിലെ വനജ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചത്. ഇതിന്റെ മരണസംഖ്യ ഇപ്പോൾ 24 ഉയർന്നിട്ടുണ്ട്. ഇതിൽ 4 പേരുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 16 സ്ത്രീകളും 3 പുരുഷന്മാരും ഉൾപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അവരുടെ മൃതദേഹങ്ങളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നു വരുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാപനം വന്ന് യാതൊരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ, ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം വന്ന് ഇപ്പോൾ ഒളിവിലാണ്. അദ്ദേഹത്തെ പിടിക്കാനുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേക 4 സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് ജില്ലാ SP ശ്രീനാഥ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്.